തക്കാളി ചട്നി ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് 5-6 ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് 2 എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം അരച്ചെടുക്കേണ്ടത്. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ചട്നി റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അതായത് ഇപ്പോൾ നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് 2-3 വറ്റൽ മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള തക്കാളി ചട്നി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.